ദീർഘദണ്ഡ നമസ്കാരം നിർലജ്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം യാം വേദവ്യാസായ നമഃ. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയച്ഛ സ്വാഹ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗഭുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിം നമി. അരുണകിരണജാലേ രഞ്ജിത സാവകാശ വിധൃത ജപപടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ ദിവസതു ഹൃദി ബാല നിത്യകല്യാണശീലാമി. ജ്വാലാകര ളമത്യുഗ്രം ന ശേഷാസുരസൂദനം ത്രിശൂലം വാതിനോ ഭീതേർഭദ്രകാളി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായേ നമ. ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ ശിവായേ നമ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. നാരായണ 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 നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ചതുർത്ഥസ്കന്ധത്തിലെ മൂന്നാമത്തെ പ്രകരണം കാമപ്രകരണം എന്ന് പേര് പറഞ്ഞ് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന 20-ാമത്തെ അധ്യായം. 21, 22, 23 അധ്യായങ്ങളോടുകൂടി പൃഥുവിന്റെ ചരിതം ഭാഗവത്തിൽ തീരുകയാണ്. 20-ാം അധ്യായത്തിലാണ് ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പൃഥുവിനോട്. പൃഥു തന്നെ ഭഗവത് അവതാരം എന്നാണ് നാം പഠിച്ചത്. ഏതായാലും അശ്വമേധയാഗം നടത്തി ഇന്ദ്രനുമായിട്ട് മല്ലിട്ട് ഇന്ദ്രനെ നിഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ ഒരുമ്പെട്ടപ്പോൾ അതിന് തടസ്സം ചെയ്ത് ശതക്രതുവാകേണ്ട ആവശ്യമില്ല, ഏകോന ശതക്രതു ധാരാളം മതി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഉപദേശിക്കുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരുന്നത്, പഠിക്കാൻ ശ്രമിച്ചത്. തത്വാധിഷ്ഠിതമായിരിക്കുന്ന ഒരു രംഗത്തേക്കാണ് നാം കടക്കുന്നത്. ഭാഗവതത്തിലെ ചതുർത്ഥസ്കന്ധത്തിലെ ഓരോ കഥാഗോളവും എടുക്കുമ്പോഴും അവിടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം മോക്ഷം തന്നെ. രസകരമായിട്ടുള്ള ഈ തത്വം, ആത്മാർത്ഥമായിട്ടുള്ള അന്വേഷണത്തിൽ ഉയർന്നു വരുന്ന ഈ ചിന്ത, അത് എല്ലാ കഥകളിലും കാണാം. പല പല കഥകളിങ്ങനെ നാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിലെല്ലാം തന്നെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അത് മോക്ഷമാണെന്ന് ഉറപ്പിക്കണം. അത് തന്നെ ഇവിടെയും കാണും. ആദ്യത്തെ കഥാഗോളം എന്ന് പറയുന്ന ദക്ഷാകഥയിലും നാം കാണുന്നത് എന്താ? ദാക്ഷായനി ശരീരം ത്യജിക്കുന്നത് അവിദ്യാരൂപിയായിട്ടുള്ള ആവരണമാണെന്ന് കണ്ടുകൊണ്ടാണ് ശരീരത്തെ ത്യജിച്ചത്. അത് മോക്ഷത്തിന് തടസ്സമാണ് എന്ന് കണ്ടുകൊണ്ടാണ്. അപ്പോൾ ശരീരത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കരുത് എന്ന്
അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കഥാഗോളങ്ങളിലും കാണാം. ഇത് ഭാഗവതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മൾ വേദവേദാന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ശരീരം നാം ഉപയോഗിക്കാനുള്ള ഉപകരണമാണെന്ന് കണ്ടിട്ട് അതിനെ ഉപേക്ഷിക്കുന്ന രീതി പലവട്ടം ഇങ്ങനെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രമിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയാൽ ശരീരവും തമ്മിൽ രമിക്കുന്നതല്ല. നമ്മുടെ മനസ്സിനെയെല്ലാം തന്നെ അതിൻ്റെ ഉദാത്തമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മാവിൽ രമിക്കുന്ന രീതിയല്ലാതെ മറ്റൊന്നും തന്നെ രമിക്കുന്നതല്ല. രസോവൈസ എന്ന രാസക്രീഡ വരുമ്പോൾ നാം ഒന്നുകൂടി ആഴത്തിൽ അതിനെ അന്വേഷിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ഇവിടെയും പൃഥു എന്ന് പറയുന്ന രാജാവ് പൃഥ്വിതമാണെന്ന് പറയുമ്പോൾ ഭൂക്രോധാദികളെ ചിന്തിച്ചുകൊണ്ട് ആ കാമക്രോധാദികളാകുന്ന വികാരങ്ങളെല്ലാം തന്നെ ജനിക്കുന്ന ഈ വിഷയവാസനകളുണ്ടാകുന്ന പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ നിഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു പ്രയോഗം നാം കാണുന്നു. മനോനിഗ്രഹം എന്നൊരു പ്രയോഗം കാണാം. മനോനിഗ്രഹം, വിമനസാകുക എന്നൊരു പ്രയോഗം. രജനീഷിനെ പോലുള്ള സുഹൃത്ത് പറഞ്ഞത് മനസ്സിനെ നിഗ്രഹിക്കാൻ അസാധ്യമാണ്. നമ്മൾ മനസ്സിനെ നിഗ്രഹിക്കാൻ ശ്രമിക്കും തോറും മനസ്സ് 10 മടങ്ങ് ശക്തിയോടുകൂടി പ്രതികരിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ശൂന്യമാക്കാൻ സാധിക്കുമോ? മനസ്സ് എന്ന് പറയുന്ന സംഗതി തന്നെ എപ്പോഴും ചഞ്ചലാത്മകമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. അതിനെ നമുക്കെങ്ങനെ നിശ്ചേഷ്ടമാക്കാൻ കഴിയും? അപ്പൊ അവിടെയെല്ലാം തന്നെ മതി മതി, നീ പൊറുക്ക്. മനസ്സിനെ നമ്മളെയെല്ലാം തന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ഈ മനസ്സിനെ അതിനെ നിഗ്രഹിക്കാനുള്ള ഒരുമ്പടൽ വേണ്ട. അതിനെ നിഗ്രഹിക്കാൻ അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം ആത്മാവല്ലെന്നും കണ്ട സത്തുക്കളാംബുധ പ്രാണിദ്രോഹം ജീവതിരനയോർത്തിടാ. നരസത്തമാ ഇവിടെ കഥാഗോളമായതുകൊണ്ട് കഥാപാത്രങ്ങളെ വെച്ചുകൊണ്ട് പറയുന്ന രീതിയിലായതുകൊണ്ട് ഈ പറയുന്ന ഇന്ദ്രനെ കൊല്ലുന്നത് അത്ര നല്ലതല്ല. അഹിംസയാണ് പരമമായിരിക്കുന്ന ധർമ്മം. ശരീരത്തെ ആത്മാവെന്ന് കാണാത്തവരാണ് നമ്മൾ സത്തുക്കൾ. അങ്ങേയറ്റത്ത് വളരെ ഉത്തമമായിരിക്കുന്ന ഉത്തുംഗമായിരിക്കുന്ന ഒരു പദവി അലങ്കരിക്കുന്ന നമ്മൾ ശരീരത്തെ ആത്മാവായിട്ട് കാണാറില്ല. ദേഹോഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ദേഹാത്മഭാവം നമ്മൾ കൈവരിക്കാറില്ല. ആത്മാവ് വ്യത്യസ്തമാണ്, ശരീരമല്ല എന്ന് തന്നെ ഉറപ്പിക്കുന്നവരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൊല്ലുക, കൊലവിളിക്കുക അല്ലെങ്കിൽ അത്തരത്തിലെല്ലാം തന്നെ ചെയ്യുന്ന അത്ര ഉചിതമല്ല. നിൻമട്ടുള്ളോരും ദേവമായാമോഹരി ഇതര ഒകിൽ വ്യർത്ഥമെന്നായി വരും ജ്ഞാനവൃദ്ധൻ ദീർഘസേവയും. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കൈകാര്യം ചെയ്തതാണ്. നമ്മൾ എല്ലാവരും തന്നെ ജ്ഞാനവൃദ്ധന്മാരാകണം. അറിവിൻ്റെതായിട്ടുള്ള ഉന്നതമായിട്ടുള്ള നിലവാരം പുലർത്തണം. അങ്ങനെ വരുമ്പോൾ മായ നമ്മളെ മോഹിപ്പിക്കരുത്. ഇതാണ് സർവത്ര ഭാഗവത്തിൽ എല്ലായിടത്തും. എവിടെ നോക്കിയാലും ഏത് കഥയെടുത്താലും അജ്ഞാനകാമകർമ്മങ്ങളല്ലോ സംസ്കൃതി കാരണം എന്നഹം ബുദ്ധി വിട്ടുള്ളോ ദേഹത്തിൽ ശക്തരായി വര. അഹങ്കാരമില്ലാതെയാക്കുക, ഈഗോ എന്ന് പറയുന്നത് അഭിമാനമില്ലാതെയാക്കുക. അതുപോലെ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് കുതിച്ചുയരാൻ നോക്കുക. മനസ്സിനെയെല്ലാം തന്നെ വസ്ത്രത്തിൽ നിയന്ത്രിക്കുന്നത് ഏത് രീതിയിൽ നിഗ്രഹിക്കുക എന്ന് പറയുന്ന രീതി അസാധ്യമാണ്. ഇതെല്ലാം തന്നെ സൂചിപ്പിച്ചുകൊണ്ട് ദേഹം നിമിത്തമുണ്ടാം ഈ ഗ്രഹപുത്ര ധനാദിയിൽ ദേഹാസക്തി വെടിഞ്ഞുള്ളോ മമത്വം പൂൺമതെങ്ങനെ. പ്രധാനപ്പെട്ട ഇക്കാര്യങ്ങൾ ഇനിയും വരും. എല്ലാ കഥാകോളങ്ങളിലും വരും, എല്ലാ സ്കന്ധങ്ങളിലും വരും. അപ്പോൾ ഭാഗവത്തിൽ എല്ലായിടത്തും കൊണ്ടിരിക്കുന്ന മമത ഇല്ലാതെയാക്കുക, മമ എന്ന് പറയുന്ന ചിന്താഗതി വിട്ട് നമ്മൾ സ്വസ്ഥരാകുക, എൻ്റേത് എന്ന് പറയുന്നൊരു അഭിമാനം വേണ്ട, അങ്ങനെ ശരീരത്തിലുള്ളൊരു അഭിമാനം വേണ്ട. ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് ആത്മാവ് അനാവൃതനാണ്, ശുദ്ധനാണ്, നിർഗുണനാണ്, സാക്ഷിയാണ്, സർവകനാണ്. ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഈ മട്ടിൽ ആത്മാവിനെ ആത്മസ്ഥനായി അറിയുന്ന ഒരാൾ ദേഹസ്ഥനെങ്കിലും ബദ്ധനാക മൽപരനായാൽ. അപ്പൊ എന്നെ ആശ്രയിച്ചുകൊണ്ട് ധ്യാനാദികൾ കൊണ്ട് അത്തരത്തിൽ ഈശ്വര സേവ കൊണ്ട് അല്ലെങ്കിൽ ഉപാസന കൊണ്ട് എൻ്റെ മനസ്സും നട്ട് അല്ലെങ്കിൽ കണ്ണും നട്ട് അത്തരത്തിൽ എല്ലാ തരത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുന്നവൻ ഒരിക്കലും വേറെ രീതിയിൽ പോകില്ല പോലും. അത് കഴിഞ്ഞിട്ടാണ് ഭാഗവത മൂലത്തില് ഏവം സ്വന്തം ആത്മാനമാത്മസ്ഥ വേദപൂരുഷ എന്നിട്ടോ നജ്യതേ പ്രകൃതിസ്ഥോ വീതഗുണൈ
സമയിസ്ഥിത, മനസ്സിനെ എന്നിൽ തന്നെ നിലനിർത്തുക എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പൃഥ്വിതത്വമാണ് ശരീരം എന്ന് നമ്മൾ പറയുകയും അതാണ് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി എന്ന് പറയുകയും അദ്ദേഹം കറന്നെടുത്ത ശരീരത്തെയാണ് എന്നിങ്ങനെ വ്യാഖ്യാനിക്കുകയും ആ ശരീരം കറന്നെടുത്തപ്പോൾ അതിലെ സിദ്ധികളാണ് എന്നിങ്ങനെ കുറച്ചുകൂടി കടന്നു പറയുകയൊക്കെ ചെയ്ത ഈ സന്ദർഭത്തിൽ ഈ ശരീരത്തെ എന്തു വേണം? യേവം സ്വന്തമാത്മാനം ആത്മസ്ഥം വേദ പുരുഷ നജ്യതേ പ്രകൃതിസ്ഥോ വീതഗുണൈ മയി സ്ഥിത, എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവന്. ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്നിൽ തന്നെ നമ്മളെല്ലാവരും തന്നെ പൂജാവിഗ്രഹങ്ങൾ ഇങ്ങനെ മെനഞ്ഞെടുത്തുകൊണ്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിച്ചു പോരുന്നവരാണ്. നമ്മളെല്ലാവരും തന്നെ ഈശ്വരനെ വേറിട്ട് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ കണ്ടുകൊണ്ട് ഇങ്ങനെ ആരാധിച്ചു പോരുന്നവരാണ്. അതെല്ലാം തന്നെ വിട്ടുകൊണ്ട് മയി സ്ഥിത, സ മയി സ്ഥിത. അപ്പൊ ഇതെല്ലാം തന്നെ എന്നിൽ സ്ഥിതമാണ് എന്ന് കണ്ടിട്ട് അവിടെ എല്ലായ്പ്പോഴും ഊട്ടി ഉറപ്പിക്കേണ്ടത്, നമ്മൾ ചതുശ്ലോകി എപ്പോഴും പറഞ്ഞ് അറിയാൻ ശ്രമിച്ചത് ഇത് മാത്രമാണ്. ഞാനെന്ന് പറഞ്ഞാൽ അത് ഈശ്വരൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഈശ്വരനല്ല. ഞാനെന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്ന സ്വം എന്ന് പറയുന്ന ഞാൻ തന്നെയാണ്. അപ്പൊ എന്നിൽ തന്നെ സ്ഥിതി ചെയ്യുക, നിജനില. അപ്പൊ അത്തരത്തിൽ നിന്ന് കഴിഞ്ഞാൽ യസധർമ്മേണ മാം നിത്യം നിരാശി ശ്രദ്ധയാന്വിത അജരേശനൈസ്തസ്യ മനോരാജൻ പ്രസീദതി. അപ്പൊ മനസ്സിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഈ മനസ്സ് എന്ന് പറയുന്ന ദുർഗ്രാഹ്യമായ, നമ്മളതിനെപ്പറ്റി എന്തെല്ലാം പറഞ്ഞാലും മതിയാവില്ല. കാരണം മനസ്സ് അത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ചതാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നതല്ല മനം. ആളനബദ്ധഗതി കണ്ട പോലെ ഹരിനാരായണായ നമാന്ന് ഈ പറയുന്ന എഴുത്തച്ഛൻ പാടിയത്. എന്തെല്ലാം കേട്ടു. യോഗിവര്യനായി, യോഗിശ്രേഷ്ഠനായി, അങ്ങനെ യോഗപദവി അലങ്കരിച്ചുകൊണ്ട് മൃദംഗതുടി താളങ്ങൾ പോലെയുടെ നോർക്കാമതി നിലയിൽ ഇന്നേടമോർത്തമോ നിൽക്കുന്നതല്ല മനം. ഉയർന്ന ഒരു പദവിയിലേക്ക് എത്തി യോഗി ആയാൽ പോലും അയാളുടെ മനസ്സ് പിടിച്ചാൽ പിടികിട്ടാത്ത രീതിയിൽ ആളാനബദ്ധഗരുതിയും കണ്ട പോലെ, കെട്ടുകുറ്റിയിൽ കെട്ടിയിരിക്കുന്ന ആന അതിന്റെ ചുറ്റും കിടക്കുന്ന പട്ട പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പോലെ ഇങ്ങനെ ആലപഞ്ഞു കിടക്കുന്ന മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ. എന്നിട്ടും ഉപാസന അധികം നടത്തി മനസ്സ് വാസ്തവത്തിൽ നിൽക്കാത്ത ഒരു പ്രത്യേക രീതിയിൽ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അത്രമാത്രം ബുദ്ധിമുട്ട് പിടിച്ചൊരവസ്ഥ അതിവിടെയും കാണാം. ആ മനസ്സിനെയാണ് നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്. യാഗങ്ങളും യജ്ഞങ്ങളും എല്ലാം തന്നെ ചെയ്യുന്നത് ചിത്ത നൈർമല്യത്തിന് വേണ്ടിയാണ് എന്ന് ചുരുക്കം. കർമ്മങ്ങളെല്ലാം തന്നെ യജ്ഞരൂപത്തിൽ നടത്തണമെന്നുകൂടി. യജ്ഞരൂപത്തിൽ എന്ന് പറയുമ്പോൾ ഭഗവത് അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക, ഈശ്വരന്മുഖമായിട്ടുള്ളൊരു മനസ്സ് വച്ച് പുലർത്തിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ ബദ്ധരാകും, അല്ലെങ്കിൽ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബദ്ധരാകാതിരിക്കണം, സ്വസ്ഥരാകണം. അതിനു വേണ്ടിയിട്ട് ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്നിൽ, വളരെ വ്യക്തമായിട്ടും എന്നിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവനവനിൽ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് അവനവന്റെ ആത്മഭാവത്തിൽ നിലനിന്നുകൊണ്ട് ആർജിച്ചുകൊണ്ട് അവിടെ സ്വസ്ഥാനത്ത്, അതാണ് സ്വസ്ഥാനം, സ്വസ്ഥമായിരിക്കുന്ന സ്ഥാനം, അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് പരിത്യക്ത ഗുണസമ്യക് ദർശനോ വിശദാശ ശാന്തിമേ സമവസ്ഥാനം ബ്രഹ്മ കൈവല്യമസ്മൃതി. കൈവല്യം എന്ന് പറയുന്ന മോക്ഷം ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് അങ്ങനെ നേടാം, ശാന്തിയാകും. അതുപോലെ തന്നെ സമവസ്ഥാനം, സമ്യക് ദർശനം, ഇതെല്ലാം തന്നെ അവിടെ സാധിക്കും. വ്യക്തമായിട്ടുള്ളൊരു ധാരണ. കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്രഭാഷണ പരമ്പര നോർത്ത് ഇന്ത്യൻ ചാനലിലാണ്. അത് സുദർശനം എന്ന് പറയുന്നൊരു വാക്ക് വച്ചുകൊണ്ട് തന്നെയാണ് എല്ലാത്തരം കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. സമ്യക് ദർശനം, സുദർശനം, സമ്യക് ദർശനം. അപ്പൊ ഈ സമ്യക് ദർശനം എന്ന് പറയുന്ന ഇവിടെയും പ്രയോഗിച്ചു, സമ്യക് ഇവിടെ പ്രയോഗിച്ച് സമ്യക് ദർശന വിശദാശയ പരിത്യക്ത ഗുണ. അപ്പൊ എല്ലാ തരത്തിലും ഗുണം, അതിന്റെ ഗുണാസക്തി, സാത്വികന്റെ സന്താമസം എന്ന് പറയുന്ന ഗുണങ്ങളെ കൊണ്ടുണ്ടാകുന്ന ആഘാതം എന്ന് പറയാം, സംഘർഷം എന്ന് പറയാം. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടുമ്പോഴാണ് സമ്യക് ദർശനം കിട്ടുന്നത്. അപ്പോൾ നല്ല ഒരു കാഴ്ചപ്പാട്, നല്ല ഒരു വീക്ഷണം, നല്ല ഒരു ദർശനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടുള്ളതും സമ്യക്കായത്, എല്ലാ തരത്തിലും യാതൊരു കോട്ടവുമില്ലാത്ത രീതിയിലുള്ള ദർശനം,
അത് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കുക. വീണ്ടും ഇന്ദ്രനെ ചൊല്ലി ഇന്ദ്രന്റെ പിന്നാലെ കാമം, ക്രോധം, ലോഭം, മോഹം ഇത്യാദി ആ ദുഷിച്ച ചിന്താഗതികളെല്ലാം തന്നെ മനസ്സിലിങ്ങനെ ഇട്ട് താലോലിച്ച് വളർത്തിക്കൊണ്ടു വന്നാൽ കലുഷിതമായിട്ടുള്ള മനസ്സിന് മാറ്റം വരുന്നില്ല എന്ന് നല്ലപോലെ ഉറപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അധികം ആ അധ്യായത്തിലൂടെ ഞാനിങ്ങനെ കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കാര്യം നമ്മൾ ചിന്തിക്കാതിരിക്കാതെ നിവൃത്തിയിൽ ചിന്തിച്ചേ മതിയാവൂ. ഉദാസീനം ഇവാധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മനം കൂടസ്ഥം ഇമം ആത്മാനം യോ വേദ അപ്നോതി ശോഭനം. ത്രിപുടി എന്ന് പറയുന്ന മുടിയുന്നൊരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരണമെന്ന് പൃഥുവിന്റെ കഥയിലാണിത് വന്നു കൂടിയതെന്ന് ഓർക്കണം. ഭഗവാൻ അവതരിച്ചുകൊണ്ടാണ് ഇതെല്ലാം തന്നെ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭഗവാൻ ഭാഗവത്തിന്റെ ക്രക്സായിരിക്കുന്ന ചതുശ്ലോകി പറഞ്ഞപ്പോഴും പറഞ്ഞത് ഇതൊക്കെ തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭാഗവതത്തിന്റെ സത്തായിട്ടുള്ള കാര്യവും ഇവിടെ അനവധി ഈ ശ്ലോകങ്ങളിലൂടെ ഇങ്ങനെ ഉദ്ധരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് ആ ഭഗവാന്റെ ഉപദേശക്രമം. ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് 21ാമത്തെ ആ അധ്യായത്തിലേക്ക് നാം ാണ് അതിസുന്ദരമായിട്ടുള്ള ചില പ്രയോഗങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ആ രീതിയിലേക്ക് വരുന്നത്. അതിൽ ആദ്യമുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ഒരു 21ാമത്തെ ശ്ലോകം മുതൽ രാജാവ് തന്നെ തൻ്റെ പ്രജകളോട് പറയുന്ന രീതിയിലാണ്. സഭ്യാ ശൃണുത ഭദ്രം വ സാധവോ യ ഇഹാഗത സൽസു ജിജ്ഞാസുഭ ധർമ്മം ആവേദ്യം സ്വമനീഷിതം അഹം ദണ്ഡധരോ രാജാ പ്രജാനാം ഇഹ യോജിതാ രക്ഷിതാ വൃത്തിതാ സ്വേഷു സേതുഷു സ്ഥാപിതാ പൃഥക് തസ്യ തേ തസ്യ മേ തദനുഷ്ഠാനാദ്യാനാഹോർബ്രഹ്മവാദിന ലോകാസ്യോ കാമസന്തോഹ യസ്യ തുഷ്യതി ദിഷ്ടദ്രവ്യ ഉദ്ധരേത്കരം രാജാ. കരം പിരിക്കുന്ന രീതി. യ ഉദ്ധരേത്കരം രാജാ പ്രജാ ധർമ്മേഷു ക്ഷയൻ പ്രജാനാം ശമലം ഭുക്തേ ഭഗം ച സ്വം ജിഹാദിസ. 21ാമത്തെ അധ്യായത്തിൽ ഒരു രാജാവിന്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു ഭരണം അരുത് എന്ന്. അത് വളരെ ഭംഗിയായിട്ട് എല്ലായിടത്തും സനാതന ധർമ്മം എന്ന് പറയുമ്പോഴും അവിടെ ധർമ്മത്തിന് ഒരു ഊന്നലുണ്ട്. മഹാഭാരതത്തിൽ ഗാന്ധാരി പോലും പറഞ്ഞ് യഥോധർമ്മസ്ഥതോ ജയ എന്ന്. അപ്പോൾ ധർമ്മം ചര എന്ന് വേദോദ്ഘോഷിക്കുന്ന ധർമ്മം നമ്മൾ ചെയ്യേണ്ട ഉചിതമായിരിക്കുന്ന കർമ്മം അത് ചെയ്തിരിക്കണം. ആ ഭാഗം ഒന്ന് മലയാളീകരിച്ചൊന്ന് ശ്രദ്ധിക്കും. 21ാമത്തെ ശ്ലോകം മുതലേ ഞാൻ ഇട്ടു തരുന്നുള്ളൂ. ശാസ്ത്രങ്ങൾ നന്നായി നിരൂപിച്ച് മർത്യർതൻ ശുഭത്തിനായോരു. അപ്പോൾ നമ്മളെല്ലാം തന്നെ ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആധുനിക ശാസ്ത്രം, ചന്ദ്രനിൽ പോക്ക്, അതൊന്നുമല്ല. ശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദാന്താദികൾ ഇതെല്ലാം തന്നെ. ശാസ്ത്രങ്ങൾ നന്നായി നിരൂപിച്ച് മർത്യർതൻ ശുഭത്തിനായി ഓതിയത് ഇത്രമാത്രമാം. ഇത് മാത്രമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ജനങ്ങളുടെ ശുഭകരമായിട്ടുള്ളൊരവസ്ഥയ്ക്ക് ഇപ്പൊ ശുഭേച്ഛയോടുകൂടി വർത്തിക്കുന്ന രാജാവ് ശുഭകരമായിട്ടുള്ളൊരു പര്യവസാനം രാജ്യത്തുണ്ടാകുന്നതിന് വേണ്ടി, പ്രജകൾക്കെല്ലാവർക്കും ലഭ്യമാകുന്നതിന് വേണ്ടി എന്തു വേണം? അനാത്മഭോഗത്തിലസക്തി. വളരെ രസകരമായിരിക്കുന്ന, ആവർത്തിച്ച് പറയുന്നതാണെന്ന് തോന്നരുത്. ഇത് ദൃഢമാക്കേണ്ട കാര്യങ്ങളാണ്. അനാത്മഭോഗത്തിലസക്തി. ആത്മീയമായിട്ടുള്ള വൃത്തികളെല്ലാം തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു വിരക്തി വേണം. അപ്പോൾ രാജാവ് തന്നെ പ്രജകളോട് പറയുന്നു, നമ്മൾ ആത്മീയ കാര്യങ്ങൾക്ക് തൂക്കം കൊടുക്കണം, അല്ലെങ്കിൽ അത് വളരെയേറെ ശ്രദ്ധ വച്ചു പുലർത്തണം. കാരണം അതിലാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന്. അതുകൊണ്ട് വിരക്തി, അസക്തനാകണം, ശക്തി ഇല്ലാത്തവനാകണം. ഏതില്? അനാത്മഭോഗത്തില്. ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നതിന് നമ്മൾ കുറവ് വരുത്തണം. അതിലെ കുറേശ്ശെ അതിനോടുള്ള ആസക്തി കുറച്ച് നമ്മൾ അസക്തന്മാരാകണം, ശക്തി ഇല്ലാത്തവരാകണം. എന്നിട്ടോ നിർഗുണ പരമൻ പരമ്പുമാങ്കൽ. എന്നിട്ട് ഈശ്വരന്റെ നേർക്ക് ദൃഢമായ ഭക്തിയും. അന്നത്തെ രാജാക്കന്മാരുടെ രീതി ഇതാണ്. ഇന്നത്തെ ഭരണകർത്താക്കളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്നത്തെ രാജാക്കന്മാരെ വാസ്തവത്തിൽ പ്രജകളോട് ഉപദേശിക്കുന്ന, നിങ്ങളെല്ലാവരും തന്നെ ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളാകണമെന്നാണ്. പ്രജാക്ഷേമതൽപരരായിട്ടുള്ള അവരുടെ
രീതികളെല്ലാം തന്നെ വേദോക്തമായിട്ടുള്ള കർമ്മമാർഗങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടുപോകണം. ഉപാസകന്മാരാണ്, അവർ ശ്രേഷ്ഠമതികളാണ്, അവരുടെ രീതി തന്നെ ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പത്മനാഭന് സമർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തിരുവിതാംകൂർ രാജാക്കന്മാര് ശ്രീ പത്മനാഭദാസനായിട്ട് അനാത്മഭോഗത്തിൽ അസക്തി നിർഗുണം പരമാങ്കൽ ദൃഢമായ ഭക്തി. അപ്പൊ ഈശ്വരന് വിട്ടുപിരിയാത്ത ആ ഭക്തിയോടുകൂടി തന്നെ ജീവിക്കണം. രാജാവും പ്രജകളും ഇതേ രീതിയിൽ ഒരേ ഭാവത്തിലായാൽ എത്രമാത്രം ഗുണമാണെന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വേനന്റെ കൈകൾ കടഞ്ഞെടുത്ത ഒരു രാജശ്രേഷ്ഠനാണ്. വേനനെ പറ്റിയും നമുക്കറിയാം ഇത്രമാത്രം ഒരു ദുഷ്ടാത്മാവ് എന്ന് പറയുന്നവർക്ക് ഒരു യുക്തിവാദിയോ നിരീശ്വരവാദിയോ. അപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം ഈ പറഞ്ഞ നാസ്തിക സ്വഭാവമുള്ളവനായിരുന്നു. തന്നെ തന്നെ എല്ലാവരും മാനിക്കണം, താനാണ് ഈശ്വരൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷേ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വേദാന്തമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞാനാണ്, എന്നെ എല്ലാവരും ഞാൻ പറയുന്ന രീതിയിൽ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണ്. പൂജാധികാര്യങ്ങളെല്ലാം തന്നെ മുടക്കി, അതായത് വേദോക്തമായിട്ടുള്ള യാതൊരു കാര്യങ്ങളും നിർവഹിക്കരുതെന്ന് ഇങ്ങനെ ശാസ്ത്രം. അയാൾ വാസ്തവത്തിൽ ധർമ്മത്തിൽ നിന്ന് ച്യുതി സംഭവിച്ച രീതിയിലേക്ക് പോയി. അതരുത് എന്ന്. അനാത്മഭോഗത്തിലസക്തി നിർഗുണൻ പരമ്പുമാങ്കൽ ദൃഢമായ ഭക്തിയും എന്നിട്ടോ നൽശ്രദ്ധയും ദൈവിക ധർമ്മചര്യയും ജിജ്ഞാസ ആധ്യാത്മിക യോഗനിഷ്ഠയും യോഗേശ്വരോപാസനയും സദാ ഋഷികേശന്റെ ആ പുണ്യകഥാതി കേൾക്കലും. ഈ കഴിഞ്ഞ ശ്ലോകത്തിലെ പകുതിയും ഈ ശ്ലോകവും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ അനിവാര്യമായിട്ട് അനുപേക്ഷണീയമായിട്ടുണ്ടാകേണ്ട ഗുണങ്ങളാണ്. ആസക്തി എന്തിനായിരിക്കണം, അല്ലെങ്കിൽ സക്തി അല്ലെങ്കിൽ താല്പര്യം എന്തിനായിരിക്കണം? ഈശ്വരനോട്. വിരക്തമായിരിക്കണം മറ്റു കാര്യങ്ങളിൽ. ഇത് നമ്മൾ തുടങ്ങിയത് തൃതീയ സ്കന്ധത്തിന്റെ കപിലന്റെ ഗീത മുതൽ കേട്ടു തുടങ്ങിയതാണ്. എവിടെയും ഇത് കാണാം, ഇതേ ഉള്ളൂ. അപ്പോൾ ആത്യന്തികമായിട്ട് ഇത് അന്വേഷിച്ചു പോകുമ്പോൾ നമ്മൾ എല്ലാവരും നമ്മുടെ രതി അല്ലെങ്കിൽ താല്പര്യം മുഴുവൻ ഈശ്വരന്മുഖമായിട്ടുള്ള ചെയ്തികളിലായിരിക്കണം, പ്രവൃത്തികളിലായിരിക്കണം. അത് വിട്ടിട്ടുള്ള ഒന്നും നമുക്ക് വേണ്ട. നല്ല ശ്രദ്ധ വേണ്ട. അങ്ങോട്ടേക്കാണ് ദൈവീക ധർമ്മചര്യം ദൈവാധീനം ഉണ്ടാക്കിക്കൊണ്ടുവരിക, ഈശ്വരാധീനം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈശ്വരനെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്കാവുക. ജിജ്ഞാസ ആധ്യാത്മിക യോഗനിഷ്ഠ. അപ്പൊ എന്തും ജിജ്ഞാസ എന്ന് പറയുന്ന എന്തും അറിയാനുള്ള ആഗ്രഹം എന്നുള്ള അർത്ഥത്തിലല്ല. ഭാഗവത്തിലാവുമ്പോൾ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് തന്നെ. അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറയുമ്പോൾ ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹം മാത്രമേ ഈ ജിജ്ഞാസ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അയൽവക്കത്ത് ഒച്ച കേട്ടു, അതിന്റെ ജിജ്ഞാസ മൂത്തിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല, പിറ്റേ ദിവസം നേരം വെളുത്ത് അവിടെ പോയി അന്വേഷിച്ച് ചുറ്റുപാടൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴേ നമുക്ക് ജിജ്ഞാസ അടങ്ങിയുള്ളൂ എന്ന് പറയുന്ന തികച്ചും പ്രാകൃതമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയോട് ഇടപെട്ടുള്ള ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ജിജ്ഞാസയാണ്. അതല്ല ഇവിടുത്തെ ജിജ്ഞാസ. ശ്രദ്ധ ഇത്യാദി കാര്യങ്ങൾ തൊട്ട് ഇതെന്ത് വേണം? ജിജ്ഞാസ ആധ്യാത്മിക യോഗനിഷ്ഠ. നമ്മളെല്ലാവരും തന്നെ യോഗ നിഷ്ഠയുള്ളവരായിരിക്കണം. യോഗത്തെപ്പറ്റി യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പതഞ്ജലി പറഞ്ഞത് തന്നെ നമുക്ക് ഇവിടെ ചിന്തിക്കാം. കാരണം ദശമസ്കൃതം തന്നെയാണ് കേൾക്കാനിരിക്കുന്നത്. നമ്മൾ ചിത്തവൃത്തികളെയെല്ലാം തന്നെ നിരോധിച്ചുകൊണ്ട് യോഗാവസ്ഥയെ പ്രാപിച്ച് ആധ്യാത്മികമായിട്ടുള്ള യോഗനിഷ്ഠയോട് യോഗേശ്വര ഉപാസനയും നടത്തി. യോഗേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, യോഗത്തിന്റെ ഈശ്വരൻ. നമ്മൾ ആദിയോഗി എന്ന് പറയുന്ന ശിവനായാലും എത്ര യോഗേശ്വര കൃഷ്ണ എന്ന് പറയുമ്പോഴും അവിടെ വൈഷ്ണവ ശൈവ ആ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ദേവിയെ പറ്റിയും പറയാറില്ലേ ലളിതാസഹസ്രനാമത്തിൽ യോഗ്യത യോഗ്യ. അപ്പൊ യോഗ്യത യോഗ്യ എന്നെല്ലാം പറയുമ്പോൾ അവിടെ ഈ യോഗത്തോട് ബന്ധപ്പെട്ട് യോഗിനി എന്നല്ലേ പാർവതി ദേവിക്ക് കിട്ടിയ പേര്. അപ്പൊ ഇതെല്ലാം തന്നെ യോഗേശ്വരോപാസനയും സദാ ഋഷികേശന്റെ ആ പുണ്യകഥാതി ശ്രവണവും അല്ലെങ്കിൽ കേൾക്കലും. അപ്പൊ ഇതെല്ലാം തന്നെ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം എന്ന് പറയുന്ന നമ്മൾ കേൾക്കാനിരിക്കുന്ന നവവിധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേദാന്ത ദൃഷ്ടിയിൽ ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന രീതിയിലുള്ള ആ സമീപനം, ഇതെല്ലാം തന്നെ വേണം പ്രജകളെ. ആൾക്കാർ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ അതും ഇതുമെല്ലാം തന്നെ നിങ്ങൾക്കുണ്ടാക്കി തന്നു, ഭൂമിയെ കറന്നെടുത്തു, അതിനെ സമനിലമാക്കി, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൃഷിക്ക് അനുയോജ്യമാക്കി,
അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹദാതാവായിട്ട് ഭൂമിയെ നമ്മൾ പരിവർത്തനപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ മാറ്റം വരുത്തി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന അദ്ദേഹം, നിങ്ങൾ എന്താണ് ഇനി വേണ്ടത്? നമ്മുടെ ജീവിതചര്യ ഒരു പ്രത്യേക രീതിയിൽ കരുപിടിപ്പിച്ചിരിക്കണം. അത് ആധ്യാത്മികത അതിൽ ഉണ്ടായിരിക്കണം. നല്ലൊരു പരിവേഷം ആധ്യാത്മികതയുടെ. എന്നിട്ടോ അർദ്ധാർത്ഥിയും ഭോഗിയും ഒത്തുവാണിട വാണിടാതർത്ഥാധികം തൊട്ട് കളിച്ചിടാതെയും കഥാതി കൗതൂഹലമില്ലയെങ്കിലേ കാന്തത്തിലേകാഗ്രത അഭ്യസിക്കലും. അപ്പൊ എല്ലാ തരത്തിലും ഏകാഗ്രമായിട്ടുള്ള ആധ്യാത്മികത മറ്റു പലതും നമ്മളെ തൊട്ടുതെറിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ കൂട്ടി കുഴപ്പ ആ രീതിയിൽ എന്തൊക്കെ വേണം? അഹിംസ വേണം, പാരമഹംസ്യവൃത്തി വേണം. അഹിംസയും പാരമഹംസ്യവൃത്തിയും മുകുന്ദ ഗീതാമൃതപാനശക്തിയും. അപ്പൊ ഈശ്വരനെ ചൊല്ലിയുള്ള കീർത്തന ആലാപനങ്ങളും അതെല്ലാം തന്നെ ശ്രവിക്കലും അതിൽ ആനന്ദത്തിൽ ആറാടലും അമൃതപാനം ചെയ്യുന്ന രീതിയിലേക്ക് അതിലേക്ക് വരിക. ഒന്നിനെയും കൊല്ലാതിരിക്കുന്ന അഹിംസ എന്ന് പറയുന്ന പരമമായിരിക്കുന്ന ധർമ്മവും പാരമഹംസ്യവൃത്തി ഈശ്വരനെ വാസ്തവത്തിൽ ഇങ്ങനെ യോജിച്ചുകൊണ്ട് പരമഹംസൻ ആയിരിക്കുന്ന ഈശ്വരനുമായിട്ട് യോജിച്ചുകൊണ്ട് ഹംസം എന്ന് പറയുന്ന ആത്മാവിന്റെ ഇഴുകിച്ചേരൽ, അതാണ് പാരമഹംസ്യവൃത്തി. നമ്മൾ ദൈനംദിനം പതുക്കെ ഈ പരമഹംസവുമായിട്ട് ജീവഹംസം ഇങ്ങനെ അടുത്തുകൂടുക. അടുത്ത പ്രകരണത്തിൽ നമ്മൾ പുരഞ്ജനോപാഖ്യാനത്തിൽ കാണാനിരിക്കുന്ന രണ്ട് ഭാവങ്ങളാണ് പരമഹംസവും ജീവഹംസവും. അപ്പൊ ഇവിടെ പാരമഹംസ്യവൃത്തി, പരമഹംസം എന്ന് പറയുന്ന ആത്മാവ്, പരമാത്മാവ് എന്ന് പറയുന്ന രണ്ട് തലങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ വെറും ജീവനായിട്ട് ഇങ്ങനെ വർത്തിച്ചിട്ട് കാര്യമില്ല. ഇത് പരമാത്മാവുമായിട്ട് യോജിച്ച് അല്ലെങ്കിൽ ഇഴുകിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് ഒന്ന് എന്നുള്ള മട്ടിലേക്ക് വരണം. അതിനു വേണ്ടിയിട്ടുള്ള വൃത്തികൾ നമ്മൾ ആചരിക്കുക. എന്നിട്ടോ അനിന്ദയും ദ്വന്ദ്വതിദീക്ഷയും യമാദിയും നിരീഹത്വവും ആത്മനിഷ്ഠയും. അപ്പൊ യോഗ മാർഗം അവലംബിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. അവിടെ വാസ്തവ തിദീക്ഷ എന്ന് പറഞ്ഞാൽ തിദീക്ഷ ഉപരതി എന്നുള്ള വാക്കുകളൊക്കെ വേദാന്ത ഭാഷയിലുള്ള ടെക്നിക്കൽ ടേംസ് ആണ്. നമ്മൾ എന്ത് വന്നാലും അത് സഹിക്കാനുള്ള കഴിവാണ്. അപ്പൊ ഈ സഹിക്കാനുള്ള കഴിവും അത്തരത്തിൽ അങ്ങനെ ഇൻഡ്വറൻസ് എന്ന് പറഞ്ഞ വേഷ്വറൻസ് എന്നെല്ലാം പറയുന്ന സംഗതികളും യമനിയമാദികളെ കൊണ്ട് നിയന്ത്രിതമായിരിക്കുന്ന മനസ്സും ബുദ്ധിയും ശരീരവും ഒക്കെ ആത്മനിഷ്ഠമായിരിക്കുന്ന ജീവിതചര്യ. എന്നിട്ടോ കർണം നിറച്ചും ഭഗവത് കഥാമൃതം നുകർന്ന് പൊങ്ങും പുരുഭക്തിയും നൃപ ഭവിക്കിൽ ആത്മവ്യതിയെ വ്യതിരിക്തമീതിലും വിരക്തിയും നിർഗുണഭക്തിയും വരും. അപ്പൊ നമുക്ക് എല്ലാ തരത്തിലും ആവശ്യം നിർഗുണമായിട്ടുള്ള ഭക്തി എന്ന് പറയുമ്പോൾ സകാമമായിട്ടുള്ള രീതിയിലേക്ക് പോകാതിരിക്കട്ടെ, ഭോഗത്തിന് ആസക്തി വെച്ച് പുലർത്തുന്ന രീതിയിലുള്ള ഭക്തി ആകാതിരിക്കട്ടെ, അതുവിധം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്ന ഭക്തി ആകാതിരിക്കട്ടെ. നിർഗുണമായിട്ടുള്ള ഭക്തി, നിർഗുണ സ്വരൂപമായിരിക്കുന്ന ഈശ്വരൻ്റെ പേർക്ക്. എന്നിട്ടോ ആചാര്യനെ പിന്നെ വരിച്ച് കുറെ അധികം കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് യോഗ്യത കൈവരിക്കാൻ, എലിജിബിലിറ്റി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക തലത്തിൽ ഈ എലിജിബിലിറ്റി പതുക്കെ കഥാശ്രവണാദികളിലൂടെ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന രീതിയിലുള്ള യാത്രയിലൂടെ പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആത്മനിഷ്ഠന്മാരായാൽ, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കാത്തൊരു മനസ്സിന്റെ ഉടമകളായി മാറിയാൽ എന്തു ചെയ്യണം? ആചാര്യനെ പിന്നെ വരിച്ച് തീവ്രമാം വിരക്തിയും ജ്ഞാനവുമാർന്നിടിൽ തഥാ. ഗുരുവിനെ ചെന്ന് കാണണം. വളരെ നിർബന്ധമായിട്ടും നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പ്രഭു പറഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും ഒരു ഗുരു ഉണ്ടായിരിക്കണം. ഗുരുവിനെ പറ്റി നമ്മൾ വാതോരാതെ എന്തൊക്കെ പറഞ്ഞാലും തീരാത്തൊരു കാര്യമാണ്. കാരണം ഗുരു ശിവനാണെന്നും ശിവൻ തന്നെയാണ് ഗുരുവെന്നും ശിവൻ അല്ലാതൊരു ഗുരുവില്ല എന്നും ഏതൊരു ശിവത്വമാണ് എന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഗുരുവിന്റെ മഹത്വം നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതും മനസ്സിലാക്കിക്കുന്നതും. അങ്ങനെയുള്ളൊരു ഗുരുവിനെ ചെന്ന് കാണുന്നത് ഒരു ശരീരമുള്ള ഗുരുവാണെങ്കിൽ തന്നെ, അത്തരത്തിൽ ജനിച്ച ഒരു ശരീരമുള്ള ഗുരുവാണെങ്കിൽ തന്നെ ആ ശരീരമുള്ള ഗുരുവിലൂടെ ശരീരമില്ലാത്ത ഗുരുവിലേക്ക് കടക്കാനും ഈശ്വരനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിനൊന്ന് കിട്ടിയിട്ട് ജിജ്ഞാസുവായിരിക്കുന്ന, നേരത്തെ പറഞ്ഞ് ജിജ്ഞാസുവായിരിക്കുന്ന അഹിംസ പരമം ആയിരിക്കുന്ന ധർമ്മ അനുഷ്ഠാനങ്ങളുള്ള ആ വ്യക്തി ഒരു ഗുരുവിനെ ചെന്ന് കണ്ട് ആചാര്യനെ പിന്നെ വരിച്ച് തീവ്രമാം വിരക്തിയും ജ്ഞാനവുമാർന്നിടിൽ. ഭാഗവത്തില് അതേ ഉള്ളൂ. എന്തെന്നാ? വിജ്ഞാന വൈരാഗ്യം, വിജ്ഞാനവും വൈരാഗ്യവും ജ്ഞാനവും വിരക്തിയും. അതാണുള്ള രണ്ട് കുട്ടികൾ ഈ ഭക്തിയുടെ സന്തതികളായിട്ട് നമ്മൾ കണ്ടത്, ജ്ഞാനവൈരാഗ്യങ്ങൾ. അപ്പൊ ഇവിടെയും വിരക്തിയും ജ്ഞാനവുമാർന്നിടിൽ ഒരു ഗുരുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ച് നമ്മൾ വിജ്ഞാനിയാകുകയും
അറിയേണ്ട സംഗതികളെല്ലാം തന്നെ അറിഞ്ഞ് അതോടൊപ്പം തന്നെ വിരക്തിയും വന്നു. ഇത് രണ്ടും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി അത് ഉറപ്പിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങളെപ്പോഴും ആചാര്യന്മാർക്ക് പോലും വാസ്തവത്തിൽ സാധ്യമല്ലാത്തൊരു കാര്യമായിട്ട് തീർന്നിരിക്കുകയാണ് വൈരാഗ്യവും. പല പല ഈ പറയുന്ന സപ്താഹയജ്ഞങ്ങളും പ്രസംഗങ്ങളും ഇങ്ങനെ ഘോരഘോരം നടത്തുന്നുണ്ട് എങ്കിൽ കൂടി സ്വയം ഒരു കുറ്റസമ്മതം നമ്മൾ നടത്തേണ്ടി വരും. ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ആർക്കുമില്ല ഈ ജ്ഞാനവും വൈരാഗ്യവും, ആർക്കുമില്ല എന്ന് പറയും. അങ്ങനെ ആരെങ്കിലും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ വാസ്തവത്തിൽ നമ്മളെ കബളിപ്പിക്കുന്നവരാണ്. കപടയതി എന്ന് ഗുരുദേവൻ പ്രയോഗിച്ചു ആത്മോപദേശകത്തിൽ. കപടയതി. ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾക്കയച്ച കത്തുകളിൽ ഒരിടത്ത് ഈ ഭാഗ്യാനോ ഹുയൻസാങ്ങോ മറ്റോ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഒരുത്തനെ കണ്ടുപോയി. ആ കണ്ട ഒരുത്തൻ്റെ ചിത്രം ആ ലെറ്ററിൽ ഒന്നിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ പഠിച്ചത് ഇങ്ങനെ ഓർക്കുന്നുണ്ട്. തലയിലൊരു പന്തം ഇങ്ങനെ കൊളുത്തി വച്ചിട്ടാണ് ഇയാൾ നടക്കുന്നത്. പകലായാലും രാത്രിയായാലും ഇയാളുടെ തലയിൽ ഒരു പന്തം ഇങ്ങനെ ടോർച്ച് എന്നാണ് ഇംഗ്ലീഷിൽ ജവഹർലാൽ നെഹ്റു പ്രയോഗിച്ചത്. അങ്ങനെ കത്തുന്നൊരു പന്തം തലയിൽ വെച്ച് ചോദിച്ചു, എന്താണാവോ ഈ പകലും ഈ പന്തം കൊളുത്തി കൊണ്ടു നടക്കുന്നത്, രാത്രിയിൽ അയാൾ വെളിച്ചം കാണാൻ നമുക്ക് എന്തിനാ പകല്? അപ്പൊ അദ്ദേഹം പറയുകയാണ്, ഞാൻ ജ്ഞാനത്തിന്റെ അങ്ങേറ്റത്തെ അവസ്ഥ ആർജിച്ചിട്ടുള്ള വ്യക്തിയാണ്. ജ്ഞാനം അഗ്നിയാണ്. ഈ അഗ്നി ഞാൻ കത്തിച്ചു വെച്ചുകൊണ്ട് എല്ലാവർക്കും ജ്ഞാനം പകരാൻ നടക്കുകയാണ് പോലും. ആലോചിച്ചു നോക്കൂ. ഒരു വിഡ്ഢിവേഷം കെട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ പോലെ നമുക്ക് തോന്നും. ഇതിനേക്കാൾ കഷ്ടമാണ് അടുത്ത രംഗം അദ്ദേഹം വർണ്ണിക്കുന്നത്. വയറിനെ ചുറ്റിയിട്ട് അദ്ദേഹം ഒരു പട്ട കണ്ടു. ഇയാൾ എന്ത് ഈ പട്ട ചെമ്പ് കൊണ്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു പട്ട ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു. വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പരസ്യം കാണാറുണ്ട്. അതൊക്കെ ഒരു പട്ട കെട്ടുന്ന രീതിയിൽ നല്ലതാണെന്ന് പറയും. ഏതായാലും അത്തരത്തിലുള്ള പട്ട കെട്ടിയിട്ട് ഇയാൾ പോയപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ്, എന്തിനാ ഈ പട്ട വയറ്റിൽ? എൻ്റെ അറിവ് മുഴുവൻ ഈ വയറ്റിലാണ്. അങ്ങനെ ഞാൻ സമാഹരിച്ചു വെച്ചിരിക്കുന്ന ഈ അറിവ് വയറ് പൊട്ടിപ്പോകാനിടയുള്ളത് കൊണ്ട് ഞാൻ ഈ പട്ട, ലോഹം കൊണ്ടുള്ളൊരു പട്ട, ഒരു കവചം കെട്ടിയിരിക്കുകയാണ് പോലും. അദ്ദേഹത്തെ പറ്റി വളരെ രസകരമായിട്ട് നെഹ്റു തന്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് അയച്ചു കൊടുത്ത ആ ലെറ്ററിൽ പറയുന്നുണ്ട്. ഇതും ഇങ്ങനെയുള്ള വിഡ്ഢിവേഷങ്ങൾ നമ്മൾ കാണുകയാണ്. അറിവ് ഇങ്ങനെ മൂത്തിട്ട് തലയിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന അയാൾ പ്രകാശം ഇങ്ങനെ ഒരു പന്തവും കൊളുത്തിക്കൊണ്ട് ലോകം മുഴുവൻ വെളിച്ചമായിട്ട് നടക്കുക. വയറ്റിലേക്കാണ് ഈ അറിവ് പോയത് മുഴുവൻ എന്നാണ് പറയുന്നത്. വയറ്റിലേക്ക് അറിവ് മുഴുവൻ പോയി. അത് കാരണം അത് വീർത്ത് പൊട്ടാനിടയുള്ളത് കൊണ്ട് അവിടെ ഒരു പട്ട വെച്ച് കെട്ടി. നോക്കൂ. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട. ആചാര്യനെ പിന്നെ വരിച്ച തീവ്രമാം വിരക്തിയും ജ്ഞാനവും ആർന്നെടുത്തതാ. വളരെ ബുദ്ധിമുട്ടാണിത് രണ്ടും ആർജിക്കാൻ. പക്ഷെ കാലക്രമേണ നമ്മളത് നേടിയേ മതിയാവും. ജ്ഞാനവും വിരക്തിയും വൈരാഗ്യവും ഇല്ലാത്തൊരു വ്യക്തി ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്നില്ല എന്ന് ചുരുക്കം. അവനിൽ ഉണ്ടാകേണ്ടത് ജ്ഞാനവും വൈരാഗ്യവും. പലപ്പോഴും നമ്മൾ ഓരോരോ പ്രസ്ഥാനം കൊണ്ട് നടക്കുമ്പോഴും ഓർഡർ എന്ന് പറയുന്ന രീതിയിൽ ദീക്ഷ കൊടുത്തിട്ട് സന്യാസിമാരുടെ ഒരു പാരമ്പര്യം അതെല്ലാം തന്നെ സൃഷ്ടിക്കുമ്പോഴും അവിടെ വാസ്തവത്തിൽ ജ്ഞാനവും വൈരാഗ്യവും ഇല്ല എന്ന് പറയാം. ജ്ഞാനവും വൈരാഗ്യവും ഉള്ളവൻ അവധൂതനെ പോലെ നടക്കും. കൗപീനവന്ത കലുഭാഗ്യവന്ത എന്ന് ആചാര്യസ്വാമികൾ പാടിയ രീതിയിലേക്ക് മാറും. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘത്തിന്റെ ആവശ്യമില്ല, ഒരു സംഘടനയുടെ ആവശ്യമില്ല, ഒരു പാരമ്പര്യത്തിന്റെ ഒരു ഓർഡറിന്റെ ആവശ്യമില്ല, ഒരു പ്രത്യേക സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉടമയാണെന്നൊരു അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. നമ്മൾ ആദ്യം പഠിക്കുന്ന മന്ത്രവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമെല്ലാം ഋഷിയെത്തൊട്ടും ഛന്ദസ് ഇങ്ങനെ നശിച്ചുകൊണ്ടും ദേവതയെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ടുമാണല്ലോ ജപിക്കുന്നത്. അപ്പൊ അവിടെയെല്ലാം തന്നെ ഓരോരോ മന്ത്രങ്ങൾക്ക് മന്ത്രദേവതകളുടെ ദൃഷ്ടാവായിരിക്കുന്ന ഒരു ഋഷിയെ നമ്മൾ ഇങ്ങനെ സ്മരിക്കുന്നുണ്ട്. ഇതെല്ലാം ആദ്യത്തെ പടിയാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ട് വാസ്തവത്തിൽ അവിടെ മന്ത്രദൃഷ്ടാവ് ഋഷിയുമെല്ലാം തന്നെ മറിഞ്ഞിട്ട് ആ മന്ത്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ ശക്തിവിശേഷവും നമ്മൾ ആർജിച്ച് മനനാൽത്രായതേ ഇനി മന്ത്രായ എന്ന ഭാവത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഋഷിയും എല്ലാം തന്നെ അസ്തമിച്ച് നമ്മൾ ആ ഋഷിയുടെ പാദത്തിലേക്കോ പദത്തിലേക്കോ എത്തിയിട്ട് നമ്മൾ മാറുകയാണ് ഋഷിയായിട്ട്. എന്നിട്ടും അതും വിട്ടുപോകുന്നുണ്ട്. അതാവശ്യം. അപ്പൊ ഈ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചും സംഘടിതമായിരിക്കുന്ന വേലിക്കെട്ടുകളോ അല്ലെങ്കിൽ മതിൽക്കെട്ടുകളോ ഉണ്ടാക്കി അവിടെ ഒരു വേർതിരിവ് സൃഷ്ടിക്കേണ്ട. ഇത് യോഗത്തിന്റെ പ്രത്യേക അവസ്ഥയാണ്, അസമത്വാവസ്ഥ. അത്തരത്തിൽ സമന്വയം സാധിക്കുന്ന ഒരവസ്ഥ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഭാഗവതം കൊണ്ടാണ് നടത്തും കാര്യമില്ല. പുരാണ ഇതിഹാസങ്ങളും വേദവും വേദാന്തവും ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്തിട്ട് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ ഇവിടെ ഈ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകണം നിർബന്ധമായിട്ടും. ആചാര്യനെ പിന്നെ വരിച്ച്
തീവ്രമാം വിരക്തിയും ജ്ഞാനവും ആർന്നിടൽ തഥാ എന്ത് കിട്ടും? ദഹിക്കും ഉദ്ധാഗ്നിയിൽ നൈജയോനി പോൽ ക്ലേശാത്തം ആത്മാവരണം സ്വചിത്തം. ഇത് നല്ലൊരു രസകരമായിട്ടുള്ള പ്രയോഗമാണ്. അഗ്നി ഇപ്പൊ ഈ തൃണാദികൾ അല്ലെങ്കിൽ പുല്ല് ഇതെല്ലാം തന്നെ ഉണങ്ങി നിൽക്കുന്നത് തീ പിടിച്ചു കഴിഞ്ഞാൽ തീയെ അത് കത്തിക്കുന്നു, അത് കത്തുന്നു, അത് കത്തിയിട്ട് ഇല്ലാതെയാകുന്നു. അപ്പൊ ഏതൊരു അഗ്നിയാണോ അതിന്റെ രൂപം സ്വീകരിച്ചത് ഈ പറയുന്ന വിറക് കഷ്ണം കൊണ്ട്, ഈ പറയുന്ന ഉപാധി കൊണ്ട്, അപ്പൊ ഏതൊരു ഉപാധി കൊണ്ടാണോ ഈ അഗ്നി ആ രൂപത്തെ സ്വീകരിച്ചത് അത് വാസ്തവത്തിൽ ഉപാധിയെ ഇല്ലാതെയാക്കുന്നു. അതേപോലെ ആകുമെന്ന് ഈ ഒരു വിഷയം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ ശരീരത്തെ അത് ദഹിപ്പിക്കും, നമ്മുടെ ചിത്തത്തെയും ബുദ്ധിയെയും എന്ന് വേണ്ട നമ്മളെ ഭരിക്കുന്ന സകലതിനെയും അത് ദഹിപ്പിച്ചാക്കും. പിന്നെ അതൊന്നുമില്ല. എവിടെ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്? എന്നിൽ നിന്ന്. അപ്പൊ എന്റെ ഉള്ളിൽ നിന്നായി യഥൈധാംസി സമിത്ഭഗ്നർ ഭസ്മസാൽ കുരുതേ അർജുന എന്ന് പറഞ്ഞിട്ട് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാൽ കുരുതേ തഥ എന്നൊരു ശ്ലോകം ഗീതയിലും കാണാം. ജ്ഞാനാഗ്നി തന്നിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉരുത്തിരിയുന്നത്. ജഡരാഗ്നിയായപ്പോൾ നമ്മൾ ആഹാരം കഴിച്ച മുഴുവൻ ഇങ്ങനെ ഭസ്മീകരിച്ചു, ദഹിപ്പിച്ചു, നമ്മുടെ ശരീരത്തിലേക്ക് അത് പല പല ഘടകങ്ങളായിട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തു, അല്ലെങ്കിൽ അത്തരത്തിൽ എല്ലായിടത്തും എത്തിച്ചു. അതേപോലെ തന്നെ ഈ ശരീരത്തെ തന്നെ ദഹിപ്പിക്കുന്ന കണ്ടില്ലേ സതി ദേഹത്യാഗം ചെയ്തപ്പോൾ? അപ്പൊ അത് വാസ്തവത്തിൽ തൻ്റെ ഉള്ളിലുള്ള ഈ അഗ്നിയാണ് ജ്വലിപ്പിച്ചത്. ഏതുപോലെ ഏതൊരഗ്നിയാണോ സകല ഈ ചരാചരങ്ങളുടെ ഉള്ളിലുള്ളത്, വേണുവിൻ്റെ ഉള്ളിൽ, വേണു എന്ന് പറയുന്ന മുളയായാലും അല്ലെങ്കിൽ ഏതൊരു ദാരുവായാലും അതിൻ്റെ ഉള്ളിലുള്ള അഗ്നി ആ ഉപാധിയെ കത്തിച്ച് ചാമ്പലാക്കുന്ന പോലെ നമ്മളെന്ത് വേണം? ആചാര്യനെ പിന്നെ വരിച്ച് തീവ്രമാം വിരക്തിയും ജ്ഞാനവുമാർന്നിടൽ തഥാ ദഹിക്കും ഉദ്ധാഗ്നിയിൽ, അതിൽ നിന്നിങ്ങനെ ഉദിച്ചു വരുന്ന, അതിൽ പൊങ്ങി വരുന്ന അഗ്നിയിൽ ആ നൈജയോനി പോൽ അതും എല്ലാം ദഹിച്ചിട്ടില്ലാതെയായിട്ട് ക്ലേശാത്ത ആത്മാവരണം സ്വചിത്തവും, ആത്മാവിന്റെ ആവരണം എന്ന് പറഞ്ഞ ശരീരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏറ്റവും ദുഷിച്ച എന്താണ് അവിദ്യ എന്ന് പറയുന്ന ആവരണം, ഇതെല്ലാം തന്നെ ഇല്ലാതെയാകും. ആവശ്യം. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ സൃഷ്ടമാകുന്നതോടുകൂടി എപ്രകാരമാണോ അഗ്നി അതിന്റെ ഉപാധിയെ ദഹിപ്പിച്ച് ചാമ്പലാക്കുന്ന, അതേപോലെ ഈ ശരീരം എന്ന് പറയുന്ന ആവരണത്തെയും നമ്മുടെ മലം എന്ന് പറയുന്ന ഏറ്റവും അശുദ്ധമായിരിക്കുന്ന മനസ്സിന്റെ സ്ഥിതിയെയും കത്തിച്ച് ഇല്ലാതെയാക്കി കഴിയുമ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം തന്നെ ഉദ്ദീപ്തമാകും. ആവശ്യം. കണ്ടമാനം പ്രയത്നിക്കാം. നിങ്ങൾക്കും ഞാനും എല്ലാവരും കൂടി കൂട്ടായിട്ട് പ്രയത്നിക്കാം. സത്യത്തിൽ ഈ പ്രയത്നമില്ലാതെ പോയത് കൊണ്ടാണ് ആധ്യാത്മികതയുടെ തൊട്ടിൽ എന്ന് പറയാവുന്ന ഭാരതീയ സംസ്കാര വേരുകൾ പോലും ഇന്നിപ്പോ എല്ലാം ഇളകി മറിഞ്ഞ് ഒന്നും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥായിയായിട്ടുള്ള ഭാവം പോലും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയോ എവിടെയൊക്കെയോ ഈ ആശ്രമങ്ങൾ സ്ഥാപിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ ഇങ്ങനെ പൂജാതി കാര്യങ്ങളും മറ്റും നടത്തിക്കൊണ്ട് അതും ഇതും പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളും സങ്കേതങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ചിലപ്പോൾ ഉണർന്നു വരുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ നമ്മൾ എന്തൊന്നാണോ വാസ്തവത്തിൽ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും സമ്പാദിക്കേണ്ടത്, ആ സമ്പാദിക്കേണ്ട സംഗതി അഗ്നി ഏതൊരു അഗ്നിയാണോ ശരീരത്തെയും മനസ്സിനെയും എല്ലാത്തിനെയും കത്തിച്ച് ആമ്പലാക്കുന്ന അതേ രീതിയിലുള്ളൊരു ഭാവത്തിലേക്ക് ആചാര്യനെ കണ്ടുപിടിച്ച് ജിജ്ഞാസുവായിരിക്കുന്ന ഒരു വ്യക്തി ജ്ഞാനവൈരാഗ്യങ്ങളുടെ ഉടമയാകണം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ കൂട്ടി വായിക്കാം. അങ്ങനെ ഭക്തിജ്ഞാനവും വൈരാഗ്യവും മൂന്നും കൂടി ഒരേ സമയം ഇങ്ങനെ ആടിത്തിമർത്ത് നമ്മളിൽ ഉണ്ടായെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ വാസ്തവത്തിൽ നിസ്സംഗന്മാരായി, അസംഗന്മാരായി, നമ്മൾ നിർഗുണന്മാരായി, ആത്മസ്വരൂപന്മാരായി, നിത്യ ആനന്ദത്തിലായി, ചിദാത്മ സ്വരൂപന്മാരായി, അല്ലെങ്കിൽ ചിദാനന്ദ രൂപികളായി ഈ രീതിയിലേക്ക് മാറും. വാസ്തവത്തിൽ ആധ്യാത്മികത അല്ലാതെ നമ്മൾ ഈ ഭസ്മം തൊട്ടിങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നൊന്നും ആധ്യാത്മികത എന്ന് പറയാൻ നിവർത്തിയില്ല. അതൊക്കെ ഒരു പരിവേഷം, എന്തൊക്കെയോ നമ്മൾ വേഷം കെട്ടുന്നു എന്ന് മാത്രം. അവ ഉടുത്തുകെട്ടലുകളും അതേ രീതിയിലുള്ള വേഷവിധാനങ്ങളും യാതൊന്നുമില്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള ജിജ്ഞാസയോടുകൂടി കടന്നു കയറേണ്ട കാര്യങ്ങൾ ഇങ്ങനെ തൻ്റെ ഈ പ്രജകളോടും പറയുകയാണ്. അപ്പോൾ പൃഥു സാധാരണക്കാരല്ല. ഭഗവാൻ എന്തൊക്കെ പറഞ്ഞു കൊടുത്തോ കഴിഞ്ഞ അധ്യായത്തിൽ അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം അവതാര സ്വരൂപൻ കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പൃഥു പറയുന്നതോ അതിശ്രേഷ്ഠമായിട്ടുള്ള ആ വേദവാക്യങ്ങളോ
അല്ലെങ്കിൽ വേദാന്തമോ അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന തത്വമോ ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാം. എല്ലായിടത്തും ഭാഗവത്തിലുടനീളം എവിടെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഇതേ മാത്രമേ ഉള്ളൂ. ഇനി ദൃഷ്ടാവദൃശ്യങ്ങളും എന്ന ഭേദവും നശിച്ച് അഹന്താദിയുരപ്പുമാൻ കാണില്ല ഉണർന്നോൻ സ്വകിനാവ് പോൽ പുറത്തകത്തും ആത്മവ്യതിരിക്തമേതുമേ. ഓരോ ശ്ലോകവും അധികം നേരം ഇരുന്ന് പറഞ്ഞ് നമ്മൾ മനനം ചെയ്യേണ്ടതാണ്. നേരമില്ലാത്തത് കൊണ്ട് ദൃഷ്ടാവദൃശ്യങ്ങളും എന്ന ഭേദവും, ജഡമായത് ബോധമായത് ദൃഷ്ടാവദൃശ്യം, സചേതനമായത് അചേതനമായത് ബ്രഹ്മവും പ്രകൃതിയും എന്ന് പറയുന്ന രീതിയിലോ അങ്ങനെയെങ്കിലും നമുക്ക് നിത്യാനിത്യ വിവേകത്തിലൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ദൃഷ്ടാവും ദൃശ്യജാലങ്ങളും. ദൃഷ്ടാവെന്ന് പറയുന്ന ബോധതലവും ദൃശ്യങ്ങൾ എന്ന് പറയുന്ന പ്രകൃതി എന്ന് പറയുന്ന ജഡസ്വരൂപങ്ങളും ഇത് ഭേദമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക. ഗുരുദേവന്റെ ആത്മോപദേശത്തിൽ 100-ാമത്തെ ശ്ലോകമാണ് തീട്ടി അരച്ചിങ്ങനെ വരുന്ന അതും ഇതുമല്ല സദർത്ഥമല്ല ഹംസച്ചിതമൃതം എന്ന തെളിഞ്ഞ ധീരനായി സദസതിഥി പ്രതിപത്തി അറ്റ് സത് ഓം ഇതി മൃദുവായി മർന്നിടേണം. വളരെ ബുദ്ധിമുട്ടാണ്. ഗുരുദേവൻ ഈ പറയുന്ന പ്രവർത്തകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറയുമ്പോൾ നമുക്കൊരു പുച്ഛം തോന്നും. കാരണം അദ്ദേഹം അങ്ങനെ ഇവിടെ വന്നെങ്കിൽ തന്നെ ചേമ്പിലയിലെ വെള്ളത്തെ പോലെയാണ് പ്രവർത്തിച്ചത്. അദ്ദേഹത്തിന് ശരീരബോധമോ ബാധയോ ഇല്ലായിരുന്നു. നമ്മുടെ അല്ലല്ലോ എന്നിങ്ങനെ എപ്പോഴും ആ ഉൾക്കൊണ്ടുകൊണ്ട് അതേ ഭാവത്തിൽ അദ്വൈത ചിന്താഗതി മുറ്റിയിരുന്നിരുന്ന അദ്ദേഹം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിച്ചത് നമ്മുടെ ജനതയെ കൂടുതൽ കൂടുതൽ ഉത്കർഷത്തിലേക്ക് നയിക്കാനാണ്, ആധ്യാത്മികമായിട്ടുള്ള ഉത്കർഷം. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കാതെ അദ്ദേഹം റവല്യൂഷണറി ആയിരുന്നു, വിപ്ലവകാരിയായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു, എന്തൊക്കെയാ പറഞ്ഞു. അദ്ദേഹം ശരിക്കും ആരായിരുന്നു? അദ്ദേഹം സാക്ഷാൽ ഗുരു. അപ്പൊ ഏതൊരു ഗുരുവാണോ നമ്മൾ ചെന്ന് സമീപിച്ചപ്പോൾ ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ ശിഷ്യനിൽ വരുത്തുന്നത്, ദൃഷ്ടാവദൃശ്യങ്ങളും എന്ന ഭേദവും നശിച്ച്, അപ്പൊ എല്ലാത്തരം ഈ ദ്വൈതഭാവം അല്ലെങ്കിൽ ദ്വന്ദ്വം എന്ന് പറയുന്നതെല്ലാം തന്നെ വിട്ടിട്ട് അഹന്താദി ഒഴിഞ്ഞ് അപ്പുമാൻ, അഹങ്കാരം ഇങ്ങനെ വീർത്തുമുട്ടി നിൽക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. എന്തെന്നില്ലാത്തൊരു അഹങ്കാരം. ഈ അഹങ്കാരത്തിന് കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശരീരമാണ് അല്ലെങ്കിൽ ആത്മാവ്, ദേഹോഹം എന്ന് പറയുന്ന ബുദ്ധി, ഞാൻ ഈ പറയുന്ന ശരീരമാണ് ബുദ്ധി, അതെല്ലാം തന്നെ വരുമ്പോൾ നമ്മൾ അഹന്ത ഇങ്ങനെ അങ്കുരിച്ചു വരും. അങ്ങനെ വരുമ്പോഴാണല്ലോ ഓരോ സ്ഥാനം അലങ്കരിക്കലും ഓരോരോ രംഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഈഗോ കടന്നു വരുന്നതും കോംപ്ലക്സുകളും ഇതെല്ലാം തന്നെ കടന്നുകൂടിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതെല്ലാം തന്നെ നശിക്കും. കാണില്ല ഉണർന്നോൻ സ്വകിനാവ് പോൽ. അപ്പോ ലോകത്തില് സ്വപ്നം കണ്ടു ഉണർന്നു വന്നപ്പോൾ അതില്ല, കാണാനില്ല. അതേപോലെ പുറത്തകത്തും ആത്മവ്യതിരിക്തമേതുമേ, അകത്തും പുറത്തുമൊക്കെ ഒരേ ഒരു സംഗതി മാത്രം കാണും, ആത്മാവ് മാത്രം. ഈ ആത്മനിഷ്ഠമായിരിക്കുന്നൊരവസ്ഥ നമ്മളിപ്പോൾ ഇതെല്ലാം തന്നെ പറഞ്ഞു പോകുമ്പോഴും നമ്മൾക്ക് അറിയാം ഇതിന്റെ പരാധീനതകൾ. നമുക്ക് സാധ്യമല്ല, വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ആത്മനിഷ്ഠന്മാരാകുമ്പോൾ അകത്തും പുറത്തും ആത്മാവല്ലാതെ മറ്റു യാതൊന്നുമില്ല. ധ്രുവനെ നിങ്ങൾ ഉടനെ തന്നെ ചിന്തിക്കണം. ധ്രുവകുമാരൻ അകത്ത് കണ്ടിരുന്ന സ്വപ്നപ്രകാശമായിട്ട് അകത്ത് തന്നെ കണ്ടിരുന്ന ഈശ്വരനെ, വാസുദേവനെ അദ്ദേഹം പുറത്ത് കണ്ടു. അകത്ത് കാണാതെ വന്നപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ പുറത്തുണ്ട്. അപ്പൊ അകത്തും പുറത്തുണ്ട്. അപ്പൊ അതേ രീതിയിൽ അകത്തും പുറത്തും ആത്മവ്യതിരിക്തമായിട്ട് യാതൊന്നുമില്ല. ആത്മാവല്ലാതെ മറ്റു യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ആത്മാവാകുന്ന ഈശ്വരൻ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്ന ചരാചരങ്ങളുടെ അകത്തും പുറത്തും അത് തന്നെയാണ്. നോക്കൂ. അപ്പൊ അതും ഇതുമല്ല എന്ന് ഗുരുദേവൻ പാടിയ പോലെ ഇത്തരത്തിലൊന്നും ചിന്തിക്കേണ്ടതില്ല. സത്ത് അസത്ത് എന്ന് പറയേണ്ടതില്ല. ഇതെല്ലാം തന്നെ എന്താ സത്ത്? ഓം. ഇതെല്ലാം സത്താണ്, ആത്മാവാണ്, ഓംകാരമാണ്. മാണ്ഡൂക്യോപനിഷത്തിലാണല്ലോ ഓമിത്യേകാക്ഷരം ബ്രഹ്മ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, ഓമിത്യേതക്ഷരം ബ്രഹ്മം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിന് സ്വയം ആത്മാ, അതാണ് ആത്മാവ്, അത് എൻ്റെ ആത്മാവ്, അത് ചതുഷ്പാത്താണ്, 4 പാദങ്ങളുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ ഓംകാരം ആത്മാവാണ്, ഓംകാരം ഈശ്വരനാണ്, ഓംകാരത്തിന് 4 പാദമുണ്ട്. ഇത്തരത്തിൽ മാണ്ഡൂക്യോപനിഷത്തിലൂടെ കടന്നു വരുമ്പോൾ കാണുന്നതെല്ലാം തന്നെ അകത്തും പുറത്തും എല്ലായിടത്തും പ്രചരിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ പ്രസരിക്കുന്ന ആ ഓംകാര സ്വരൂപനായിരിക്കുന്ന ഈശ്വര ആത്മസ്വരൂപൻ അത് അകത്തുമുണ്ട് പുറത്തുമുണ്ട്, എല്ലാവരിലും ഉണ്ടെന്ന് വന്നില്ലേ? സർവം ഖല്ലിതം ബ്രഹ്മ.
ദൃഷ്ടാവദൃശ്യങ്ങളും എന്ന ഭേദവും നശിച്ച് അഹന്താതി ഒഴിഞ്ഞരപ്പുവൻ കാണില്ല ഉണർന്നോൻ സുഖിനാവുപോൽ പുറത്തകത്തും ആത്മവ്യതിരിക്തം ഏതുമേ. രസകരമായിട്ടുള്ള മൂലത്തിന്റെ പരിഭാഷയാണ്, തിരുവമ്പിൻ്റെതാണ്. ധനഭോഗാദി സംസക്തി ഫലം സർവാർത്ഥനാശകം, അതിനാൽ ജ്ഞാനവിജ്ഞാനഭ്രംശവും ജാഠ്യവും വരും. അപ്പോൾ ധനത്തിൻ്റെയും അതുപോലെ ഭോഗാദികളുടെയും പിന്നാലെ നമ്മൾ പോയി കഴിഞ്ഞെങ്കിൽ സർവാർത്ഥ വിനാശം അല്ലെങ്കിൽ നാശം, എല്ലാ തരത്തിലും നാശമാണ് ഉണ്ടാകുക. അതിൻ്റെ പിന്നാലെ പോകരുത്, ഭോഗാദികളുടെ പിന്നാലെ പോകരുത് എന്ന ഒരുക്കം ധനത്തിൻ്റെയും ഭോഗത്തിൻ്റെയും പിന്നാലെ പോകുന്നത് ഉചിതമല്ല. അതിനാൽ ജ്ഞാനവിജ്ഞാന ഭ്രംശവും ജാഠ്യവും വരുമെന്ന് നമുക്ക് അനിവാര്യമായിട്ടുണ്ടാകേണ്ട ജ്ഞാനവൈരാഗ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ഒടുവിൽ പറയുന്ന കാര്യങ്ങളാണ് വാസ്തവത്തിൽ 2 ശ്ലോകം, അത് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പുരുഷാർത്ഥങ്ങൾക്ക് തുലോം എതിരാം ഒന്നിനോടുമേ സംഘം പാടില്ല, ഘോരാന്ത്യം കടക്കാൻ ആഗ്രഹിക്കുകിൽ. അവ എല്ലാ തരത്തിലും അന്ധമായിരിക്കുന്ന ഈ സംസാരത്തിൽ നിന്ന് മോചനം കിട്ടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ പുരുഷാർത്ഥങ്ങൾക്ക് എതിരായിട്ടുള്ള യാതൊരു പ്രവർത്തനവും പാടില്ല. അവിടെ വാസ്തവത്തിൽ ധർമ്മമർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്നത് എന്തെല്ലാമാണെന്ന് നമ്മുടെ വേദാദികളെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന സംഗതിക്ക് വിരുദ്ധമായിട്ട് യാതൊന്നും ചെയ്യാൻ പാടില്ല. വേദവിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അരുത്. പുരുഷാർത്ഥങ്ങളെല്ലാം തന്നെ അനിവാര്യം. അതെല്ലാം തന്നെ വാസ്തവത്തിൽ ചെയ്യണം, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം, എതിരായിട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇതേ പൃഥു തന്നെ പറയുകയാണ്, പുരുഷാർത്ഥം 4ലും വച്ച് ഉത്കൃഷ്ടം മോക്ഷമൊന്നുതാൻ. ധർമ്മം അർത്ഥം കാമം എന്നെല്ലാം 3 പറഞ്ഞിട്ട് അവസാനം മോക്ഷം എന്ന് പറയുന്ന 4ാമത്തേത്, അതാണ് ഉത്കൃഷ്ടം. അപ്പോൾ ഏതാണ് ഉത്കൃഷ്ടം എന്ന് പറയുന്നു? ഇതെല്ലാം തന്നെ പലവട്ടം നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം, പലവട്ടം ഇങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. മോക്ഷമാണ് ശ്രേഷ്ഠം. പരമപുരുഷാർത്ഥം എന്ന് പേര് കൊടുക്കാൻ തന്നെ കാരണം അതാണ്. പുരുഷാർത്ഥം 4ലും വെച്ച് ഉത്കൃഷ്ടം മോക്ഷമൊന്നുതാൻ. അപ്പം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് വാസ്തവത്തിൽ ഏതെടുത്താലും, മന്ത്രമെടുത്താലും തന്ത്രമെടുത്താലും പൂജാദികളെടുത്താലും ക്ഷേത്രമെടുത്താലും ഈ ആശ്രമങ്ങളെടുത്താലും അല്ലെങ്കിൽ ആസനങ്ങളെടുത്താലും എന്തെല്ലാം നമ്മൾ പരിശോധിച്ചാലും അവിടെ ഈ മോക്ഷം എന്ന് പറയുന്ന ലക്ഷ്യത്തേക്ക് ആരും കടക്കുന്നില്ല. അത് പിന്നെ മതിയാണ്. അപ്പോൾ ഈ മോക്ഷം എന്ന് പറയുന്ന ഒടുവിൽ നമുക്ക് ആലോചിക്കാമെന്നുള്ള രീതി തെറ്റാണ്. നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങുന്ന ഈ പ്രയത്നം അന്ത്യകാലത്ത് നമുക്ക് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മോക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരവസ്ഥ എന്നുകൂടി. പുരുഷാർത്ഥം 4ലും വെച്ച് ഉത്കൃഷ്ടം മോക്ഷമൊന്നുതാൻ. മറ്റു 3ഉം അനിത്യങ്ങൾ. മറ്റു 3ഉം അപ്പോൾ ധർമ്മമർത്ഥം കാമം എന്ന് പറയുന്ന 3ഉം അനിത്യങ്ങളാണ്, നിത്യമല്ല, നശ്വരങ്ങളുമാണവ. അതെല്ലാം തന്നെ വാസ്തവത്തിൽ നശ്വരം നശിക്കുന്നവയാണ്. ഇത്രയും കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കാൻ കാരണം ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ട് 100ാമത്തെ യാഗം മുടങ്ങിയതിൽ ഖേദിക്കാനില്ല എന്ന് ഉപദേശിച്ച് ഇന്ദ്രനെ വാസ്തവത്തിൽ വിടുതൽ കൊടുത്ത് അയാളെ ഉപദ്രവിക്കണ്ട എന്നുള്ള രീതിയിലാക്കി പൃഥ്വിന് സാരോപദേശമെല്ലാം തന്നെ നടത്തിക്കൊണ്ട് അദ്ദേഹം അവതാര സ്വരൂപമാണെങ്കിൽ തന്നെ അഹിംസ എന്ന് പറയുന്ന പരമമായ ധർമ്മത്തെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ള രീതിയിലേക്ക് രാജാവ് മാറണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ആ രാജാവ് പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം തന്നെ ബോധവൽക്കരിക്കപ്പെട്ട ഒരു ജീവൻ. അപ്പോൾ ഈശ്വരൻ തന്നെ വന്ന് പ്രബോധനം നടത്തി ബോധവൽക്കരിക്കപ്പെട്ട ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി പറയുന്ന ഈ ശ്ലോകങ്ങൾ, ഈ പറയുന്ന ഭാഗങ്ങൾ 21ാമത്തെ അധ്യായത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഇവയെല്ലാം തന്നെ വളരെ ശ്രേഷ്ഠമാണ്. ഇനി 22, 23 എന്ന് പറയുന്ന അധ്യായങ്ങളിലേക്ക് കടക്കുമ്പോൾ ശനകാദികൾ വന്ന് ഉപദേശം കൊടുക്കുന്നതും അതുപോലെ ഒടുവിൽ എങ്ങനെയാണ് 23ാമത്തെ അധ്യായത്തിൽ ഇവർ ശരീരം ത്യജിക്കുന്നതെന്നും കാണാം. ആദ്യം മുതൽ അവസാനം വരേക്ക് നിങ്ങൾ നടന്നു നീങ്ങുമ്പോൾ ഭാഗവതത്തിൽ ശരീരം ത്യജിക്കേണ്ടത് എപ്രകാരമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല. അതെല്ലാം തന്നെ അനുഷ്ഠിച്ച് കാണിക്കുകയാണ് ഈ കഥാപാത്രങ്ങൾ. ഇതെല്ലാം തന്നെ നമുക്ക് ചിന്തിക്കാനുള്ള അവസരമാണ് ഇനിയുള്ള ദിവസങ്ങൾ. നമുക്ക് ഇവിടെ വെച്ച് തൽക്കാലം ആ ഭാഗം പൃഥുവിൻ്റെ ചരിതം നമുക്ക് ഇനിയും കേൾക്കാനിരിക്കുന്നത് ശനകാദികളുടെ ഉപദേശവും ശരീരത്തെ ത്യജിക്കുന്ന പൃഥുരാജാവിൻ്റെയും പൃഥുചക്രവർത്തിയുടെയും ഭാര്യയായിരിക്കുന്ന അർച്ചസിൻ്റെയും കഥയാണ്. എങ്ങനെ ശരീരം ത്യജിച്ചു എന്ന്, ശരീരത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നല്ലപോലെ ചിന്തിക്കുക, അതിനകത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.